പാലക്കാട് കുടുക്കല്ലൂർ സദാചാര കൊലപാതക കേസിൽ 3 പേർ അറസ്റ്റിലായി. ചെറുപ്പുളശ്ശേരി പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കേസിൽ 11 പേരെ തിരിച്ചറിഞ്ഞതായും പോലീസ് പറയുന്നു. ആദ്യ റിപ്പോർട്ടിലേക്ക്. ചെറുപ്പുളശ്ശേരി കുലുക്കല്ലൂർ സ്വദേശികളായ ഷാജു, രാജേഷ്, സെയ്തലവി എന്നിവരെ ചെറുപ്പുളശ്ശേരി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. കേസിലെ 4, 5, 6 പ്രതികളാണിവർ. സംഭവത്തിൽ ഉൾപ്പെട്ട 11 പേരെ തിരിച്ചറിഞ്ഞതായും പോലീസ് അറിയിച്ചു. ഒരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധം തെളിയിക്കാനായി പ്രഭാകരനെ അക്രമി സംഘം ചോദ്യം ചെയ്യുകയും മർദ്ദിക്കുകയുമായിരുന്നെന്ന് ചെറുപ്പുളശ്ശേരി CI വിജയകുമാർ പറഞ്ഞു. പ്രഭാകരനെ തിരുത്തിപ്പടി റോഡിൽ വെച്ച് ഓടിച്ച് പിടികൂടുകയും തുടർന്ന് ബൈക്കിൽ കയറ്റി അങ്ങാടിക്കുന്ന് എന്ന സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുപോയി മറ്റ് പ്രതികളുടെ സഹായത്തോടുകൂടി ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു. തുടർന്ന് പ്രഭാകരനെ തിരിച്ച് ഈ വീട്ടമ്മയുടെ വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടമ്മയുടെ സാന്നിധ്യത്തിൽ വീട്ടമ്മയെ മൊബൈലിൽ വിളിപ്പിച്ച് സംസാരിപ്പിച്ച് അയാളെയും വീട്ടമ്മയും തമ്മിൽ ചേർത്ത് വെച്ച് ചോദ്യം ചെയ്ത് പ്രഭാകരനുമായിട്ടുള്ള അവിഹിത ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചു. തുടർന്ന് പ്രഭാകരനെ ഈ ശ്രമം വിഫലമായതോടുകൂടി പ്രഭാകരനെ വടികൊണ്ടും കൈകൊണ്ടും അടിക്കുകയും ചവിട്ടുകയും ചെയ്ത് അവശനാക്കി പ്രതികളിലെ ഒരാൾ ഈ പ്രഭാകരനെ നെഞ്ചത്ത് കൈകൊണ്ട് ശക്തിയായി ഇടിച്ചു. ആ ഇടിച്ചതിൽ വെച്ച് പ്രഭാകരൻ കുഴഞ്ഞു വീഴുകയും പ്രതികൾ ഈ പ്രഭാകരന് വെള്ളം കുടിക്കാൻ കൊടുക്കുകയും തുടർന്ന് തൽക്ഷണം പ്രഭാകരൻ മരണപ്പെടുകയുണ്ടായി. 5 പേരടങ്ങുന്ന സംഘമാണ് പ്രഭാകരനെ ആദ്യം മർദ്ദിച്ചത്. സ്ത്രീയുമായി അവിഹിത ബന്ധമുണ്ടെന്ന് സംബന്ധിച്ച ശേഷം പ്രഭാകരനെയും കൊണ്ട് അക്രമി സംഘം സ്ത്രീയുടെ വീട്ടിലുമെത്തി. ഇവർ നിഷേധിച്ചതോടെ കൂടുതൽ പേരെത്തി വടികൊണ്ടടക്കം മർദ്ദിച്ചെന്ന് അറസ്റ്റിലായവർ സമ്മതിച്ചു. തിങ്കളാഴ്ച രാത്രിയാണ് 55-കാരനായ പ്രഭാകരൻ സദാചാര ഗുണ്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കൂട്ടമർദ്ദനത്തെ തുടർന്നുണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണം എന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പ്രാഥമിക തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷമാകും പ്രതികളെ കോടതിയിൽ ഹാജരാക്കുക. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോഴിക്കോട് രാമനാട്ടുകരയിൽ പുകവലി വിലക്കിയ സെക്യൂരിറ്റി ജീവനക്കാരനെ 5 പേർ ചേർന്ന് മർദ്ദിച്ചു. മർദ്ദനമേറ്റ കക്കോടി സ്വദേശി സുന്ദരൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഷമീമ സലാം ആ വാർത്ത നൽകുന്നു. LIC ഓഫീസ് സെക്യൂരിറ്റി ജീവനക്കാരനായ സുന്ദരന് കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് മർദ്ദനമേറ്റത്. LIC ഓഫീസിനടുത്ത് കാറിൽ വന്നിറങ്ങിയ 5 പേരിൽ ഒരാൾ സുന്ദരന്റെ അരികിൽ വന്ന് പുകവലിച്ചത് വിലക്കിയതാണ് സംഭവങ്ങളുടെ തുടക്കം. ക്യാൻസർ രോഗിയായതിനാൽ പുകവലി ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് അറിയിച്ചതിനാലാണ് സംഘം ചേർന്ന് മർദ്ദിച്ചതെന്ന് സുന്ദരൻ പറയുന്നു. കാറ് തുറന്ന് നമ്മളെ സ്റ്റെപ്പിലിരുന്ന് വീഡിയോ വലിക്കുമ്പോൾ ഞാൻ വീഡിയോ വലിക്കരുത് എന്ന്. പിന്നെ അവൻ വീഡിയോ വലിച്ചതിന് ശേഷം കാറിൽ തന്നെ പോയിരുന്നു. അതിൻ്റെ ശേഷം എന്തോ എടുത്തൊന്ന് എന്നെ അടിച്ചു. ഇടിക്കട്ട കൊണ്ടുള്ള മർദ്ദനമായതിനാൽ സുന്ദരന് കൈക്കും കണ്ണിന് താഴെയും കാര്യമായ പരിക്കേറ്റിട്ടുണ്ട്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് സുന്ദരൻ. ഫറോക്ക് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിവാദ വ്യവസായി മുഹമ്മദ് നിസാമിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ചന്ദ്രബോസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു. ഫോറൻസിക് പരിശോധനയും പോസ്റ്റ്മോർട്ടവും വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ പൂർത്തിയാക്കണമെന്ന ആവശ്യം പരിഗണിക്കാതെയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. ചന്ദ്രബോസിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് LDF മണലൂർ മണ്ഡലത്തിൽ നടത്തിയ ഹർത്താൽ പൂർണ്ണമായിരുന്നു. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന ആവശ്യം പരിഗണിച്ചായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നത്തേക്ക് മാറ്റിയത്. എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കാതെയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതും. കേസിൽ ലൂപ്പ് ഹോളുകൾ സൃഷ്ടിക്കാൻ കൊലയാളി മുഹമ്മദ് നിസാമിന്റെ ഉന്നത ഇടപെടലിന്റെ ഭാഗമായാണ് ഇത്തരം നീക്കം നടന്നതെന്നാണ് ആരോപണം. തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. കണ്ടശം കടവ് കാപ്പുങ്ങൽ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി ആളുകളാണ് എത്തിയത്. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് മണലൂർ മണ്ഡലത്തിൽ LDF നടത്തിയ ഹർത്താൽ ജനങ്ങൾ ഏറ്റെടുത്തു. കൊലയാളി മുഹമ്മദ് നിസാമിനെതിരെ കാപ്പ നിയമം ഉൾപ്പെടെ ചുമത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന് CPIM ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ചന്ദ്രബോസിന്റെ മൃതദേഹം കാഞ്ഞാടി പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സ്വന്തം ചിലവിനായി കോടികൾ ചിലവഴിക്കുന്ന നിസാമിന്റെ വരുമാന സ്രോതസ്സുകളെക്കുറിച്ച് ആദായനികുതി വകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചിലവ് വരുമാനത്തിലും അധികമാണെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. റിപ്പോർട്ടിലേക്ക്. തൃശൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ കാറടിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതി നിസാം സ്വന്തം ചെലവിന് വേണ്ടി കോടികളാണ് ചെലവഴിച്ചിരുന്നത്. വരുമാനത്തിൽ കവിഞ്ഞ ചെലവ് ഇയാൾക്കുണ്ടെന്നാണ് കണ്ടെത്തൽ. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന നിസാം ഇഷ്ടപ്പെട്ട ഭൂമി കണ്ടാൽ ഇരട്ടി വില നൽകി വാങ്ങുമായിരുന്നു.
ഇഷ്ടപ്പെട്ട ഭൂമി വിൽക്കാൻ തയ്യാറായില്ലെങ്കിൽ കൊട്ടേഷൻ സംഘത്തെ ഏർപ്പെടുത്തി വിരട്ടി ഭൂമി വാങ്ങുന്നതും ഇയാളുടെ പതിവായിരുന്നു. നഗരങ്ങളിൽ പലയിടങ്ങളിലും നിസാം ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുള്ളതായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ലഹരിമരുന്ന് കടത്തുമായി ഇയാൾക്കുള്ള ബന്ധം ആദ്യം പോലീസ് അന്വേഷിച്ചുവെങ്കിലും ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടൽ മൂലം മരവിപ്പിച്ചിരിക്കുകയാണ്. ആഡംബര വാഹനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് നിസാമിന്റെ ഇഷ്ടവിനോദമാണ്. എന്നാൽ നികുതി അടയ്ക്കാറില്ലായിരുന്നുവെന്ന് അടുത്തിടെ സെൻട്രൽ എക്സൈസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തി. 40 ലക്ഷം രൂപയാണ് നികുതി കുടിശ്ശിക ഇനത്തിൽ ഇയാളിൽ നിന്ന് അടുത്തിടെ ഈടാക്കിയത്. തൃശൂർ ജില്ലയിലെ പ്രമുഖ വ്യവസായിക്ക് രത്നങ്ങൾ പതിച്ച 2 കോടി രൂപ വില വരുന്ന വാച്ച് സമ്മാനമായി നൽകിയതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. നിസാം ഇന്ത്യയിൽ നടത്തുന്ന ബിസിനസ്സുകളിലൂടെ ഇത്രയും വരുമാനം ഉണ്ടാക്കാനാവില്ലെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. NRI എന്ന നിലയിൽ വൻതോതിൽ വിദേശ പണം ബിസിനസ്സിനായി ഇറക്കിയിട്ടുണ്ടെന്നാണ് ആദായ നികുതി വകുപ്പിന് നൽകിയ രേഖയിലുള്ളത്. നൽകിയ കണക്കുകളും ചെലവുകളും തമ്മിൽ പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് ആദായ നികുതി വകുപ്പ് പരിശോധിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കോഴിക്കോട് കക്കോടിയിൽ CPIM പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ 6 പേർ അറസ്റ്റിലായി. കൊലപാതക കാരണം വ്യക്തിവൈരാഗ്യമാണെന്ന് പോലീസ് പറയുന്നു. കോഴിക്കോട് കക്കോടിയിൽ കഴിഞ്ഞ ദിവസം ഉത്സവപ്പറമ്പിൽ CPIM പ്രവർത്തകനായ ശ്രീജിത്തിനെ കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് പോലീസ് 6 പേരെ പിടികൂടിയത്. സന്ദീപ്, രാഹുൽ, കിരൺ, ജിതിൻ രാജ്, അമിതാസ്, നവനീത് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതക കാരണമെന്ന് പോലീസ് പറഞ്ഞു. അറസ്റ്റിലായ പ്രതി സന്ദീപ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനെതിരെ ശ്രീജിത്ത് നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് ഇരുവരും തമ്മിൽ ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഇതിന്റെ വൈരാഗ്യം തീർക്കുന്നതിനായാണ് സന്ദീപും കൂട്ടാളികളും ചേർന്ന് ഉത്സവം കാണാനെത്തിയ ശ്രീജിത്തിനെ സമീപത്തെ പറമ്പിൽ കൊണ്ടുപോയി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. കേസിൽ 13 പേരാണ് പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. ബാക്കിയുള്ളവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഇവരെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് പറഞ്ഞു. സിറ്റി പോലീസ് കമ്മീഷണർ ഇൻചാർജ് ഡി സാലി. കൊലയുടെ കാരണം ഇവർ തമ്മിൽ കുറച്ച് നാളുകൊണ്ട് പ്രശ്നങ്ങളുണ്ട്. ഈ 1-ാം പ്രതി ഇതിൽ ഈ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണെന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത്. ഒളിവിൽ പോയ 6 പ്രതികളെ കോയമ്പത്തൂരിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത്. നടക്കാവ് CIന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കളമശ്ശേരിയിൽ തമിഴ്നാട് സ്വദേശിനിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായവർക്കെതിരെ പോലീസ് കൂട്ടമാനഭംഗത്തിന് കേസെടുത്തു. പ്രതികളെ ഒളിവിൽ കഴിയാനും മോഷണം മുതൽ വിൽക്കാനും സഹായിച്ച ദമ്പതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ജോലിക്കെന്ന വ്യാജനെ കൂട്ടിക്കൊണ്ടുപോയി തമിഴ് യുവതിയെ പീഡിപ്പിച്ചത്. തേവയ്ക്കൽ VKC കോളനിയിൽ പറക്കാട്ട് വീട്ടിൽ ദിവാകരൻ്റെ മകൻ അതുൽ 21 വയസ്സ്, കങ്ങരപ്പടി മുണ്ടയ്ക്കൽ നൈനാർ മകൻ നിയാസ് 28 വയസ്സ്, എടത്തല മണിമുക്കുപാറയിൽ വീട്ടിൽ രാജൻ്റെ മകൻ മനു എന്ന മനോജ് 21 വയസ്സ്, മാളിയമ്പടി കൊല്ലാറ വീട്ടിൽ നാരായണൻ മകൻ അനീഷ് 28 വയസ്സ് എന്നിവരാണ് ബലാത്സംഗത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇവരെ ഒളിവിൽ കഴിയാനും മോഷണം മുതൽ വിൽക്കുന്നതിനും സഹായിച്ച ബിനീഷ്, ഭാര്യ ജാസ്മിൻ എന്നിവരെയും കളമശ്ശേരി CI CJ മാർട്ടിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. പ്രതികളിൽ പലരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണെന്നും പ്രതികൾക്കെതിരെ വേറെയും കേസുകൾ നിലവിലുണ്ടെന്നും പോലീസ് പറഞ്ഞു. ACP ബിജോ അലക്സാണ്ടർ. പ്രതികളുടെ സ്വഭാവം അനുസരിച്ച് അവർ മുൻപ് ചെറിയ കേസുകളിലൊക്കെ ഉൾപ്പെട്ട് വന്നിട്ടുള്ളവരാണെന്ന് മനസ്സിലാവുന്നുണ്ട്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സ്വഭാവമുള്ളവരാണ് ഈ പ്രതികളെന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇവർ ഈ സ്ത്രീകളിൽ നിന്ന് ആഭരണങ്ങളും മൊബൈൽ ഫോണും പണവും ഒക്കെ കവർ ചെയ്യുകയും അതിനുശേഷം ഇവരെ അവിടെ ഉപേക്ഷിച്ചിട്ട് ഇവരവരെ തട്ടിക്കൊണ്ട് പോയ വാഹനത്തിൽ തന്നെ രക്ഷപ്പെടുകയുമാണെന്ന സംഭവം ഉണ്ടായത്. കവർ ചെയ്തുകൊണ്ട് പോയ മുതലുകൾ മൊത്തം തന്നെ പൂർണ്ണമായി കണ്ടെടുക്കുന്നതിന് പോലീസിന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. മൊഴികളിൽ നിന്ന് പ്രതികളെക്കുറിച്ച് നേരത്തെ തന്നെ പോലീസിന് വ്യക്തമായ സൂചനകൾ ലഭിച്ചിരുന്നു. സംശയമുള്ളവരുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ പ്രതികൾ കുടുങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വയനാട് നൂൽപ്പുഴ വനാതിർത്തി പ്രദേശങ്ങളിൽ കടുവാഭീതി നിലനിൽക്കെ പ്രതിഷേധങ്ങളും ശക്തമാവുകയാണ്. വന്യമൃഗ ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടാണ് പ്രതിഷേധങ്ങൾ. അതേസമയം നരഭോജിയായ കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ഇതുവരെ ഫലം കണ്ടില്ല. വയനാട് നൂൽപ്പുഴ വനാതിർത്തിയോട് ചേർന്ന് തമിഴ്നാട് പാട്ടവയലിൽ തൊഴിലാളി സ്ത്രീയെ കടിച്ചുകൊന്ന കടുവയ്ക്കായി തെരച്ചിൽ തുടരുന്നു. ഭയാശങ്കകളിലാണ് അതിർത്തി പ്രദേശങ്ങളിലെ വനാന്തര വനയോര ഗ്രാമങ്ങൾ. തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും സംയുക്ത സംഘങ്ങൾ കടുവയ്ക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. സമാധാനമായി പുറത്തിറങ്ങാൻ പോലും ഗ്രാമവാസികൾക്കാവുന്നില്ല. വയനാട്ടിൽ രൂക്ഷമായ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭങ്ങൾ ശക്തമാക്കുകയാണ് ജനങ്ങൾ. ഈ ആവശ്യമുന്നയിച്ച് DYFI NH 212 ബത്തേരിയിൽ ദേശീയപാത ഉപരോധിച്ചു. പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെയാണ് 1 മണിക്കൂറോളം നീണ്ട ഉപരോധം അവസാനിച്ചത്.
മൃഗശല്യത്തിൽ നിന്ന് വയനാടൻ ജനതയെ രക്ഷിക്കാൻ വേണ്ടി ഗവൺമെൻറ് ശാശ്വതമായ നിലപാട് സ്വീകരിക്കണം. പാട്ടവയലിൽ സ്കൂളുകൾക്ക് നീലഗിരി ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നൂൽപ്പുഴ വനത്തിൽ സുദരത്ത് ഭാസ്കരനെയും അതിർത്തിക്കപ്പുറം പാട്ടവയലിൽ മഹാലക്ഷ്മിയെയും കൊന്ന കടുവയുടെ അക്രമത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം 2ആയി. ഈ പ്രദേശങ്ങളിലെല്ലാം ഗ്രാമങ്ങൾ ഭീതിയിലാഴ്ന്നിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും കടുവയെ കണ്ടുവെന്ന അഭ്യൂഹങ്ങൾ പരക്കുന്നു. തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും 100 കണക്കിന് വനപാലക പോലീസ് സംഘങ്ങളാണ് കടുവയെ പിടികൂടാൻ ഈ പ്രദേശങ്ങളിൽ തമ്പടിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വയനാട്. ആപ്പിൾ ട്രീ ചിറ്റ്സ് കമ്പനി MD പോലീസിന്റെ പിടിയിലായി. കോട്ടയം സ്വദേശി ശങ്കർദാസിനെയാണ് ആറന്മുള പോലീസ് അറസ്റ്റ് ചെയ്തത്. പത്തനംതിട്ട 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ശങ്കർദാസിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പത്തനംതിട്ടയിൽ നിന്ന് ലെസ്ലി ജോണിന്റെ റിപ്പോർട്ട്. ഉപഭോക്താക്കളിൽ നിന്നും 36 കോടി രൂപയിലധികം തട്ടിയെടുത്ത് മുങ്ങിയ ആപ്പിൾ ട്രീ ചിറ്റ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ ശങ്കർ ജീദാസിനെയാണ് ആറന്മുള പോലീസ് കോട്ടയത്ത് നിന്നും അറസ്റ്റ് ചെയ്തത്. ആറന്മുള സ്വദേശി വേണു നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. കേരളത്തിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 60ഓളം കേസിൽ പ്രതിയാണ് അറസ്റ്റിലായ ശങ്കർ ജീദാസ്. ആപ്പിൾ ട്രീ ചിറ്റ്സ് എന്ന സ്ഥാപനത്തിന്റെ മറവിൽ ആളുകളിൽ നിന്നും പണം പിരിച്ച ശേഷം പണം മടക്കി നൽകാതെ സ്ഥാപനം പൂട്ടി ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതിയെന്ന് പോലീസ് പറഞ്ഞു. കേരളം, തമിഴ്നാട്, ബാംഗ്ലൂർ എന്നീ തെക്കൻ സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് 200-ലധികം ബ്രാഞ്ചുകളിട്ട് നടത്തിവന്നിരുന്ന ആപ്പിൾ ട്രീ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ചിട്ടി സ്ഥാപനം നടത്തി ആൾക്കാരുടെ കയ്യിൽ നിന്നും ഇടപാട് നടത്തി തിരിച്ചു കൊടുക്കാതെ കബളിപ്പിച്ച് ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയാണ് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി രഹസ്യമായി രാത്രികാലങ്ങളിൽ കോട്ടയത്തെ വസതിയിൽ വന്നുപോകുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലായിരുന്നു അറസ്റ്റ്. പ്രതിയെ പത്തനംതിട്ട 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. KSRTCയുടെ ലോ ഫ്ലോർ ബസ്സിൽ യാത്രക്കാർക്ക് നേരെ അവകാശ നിഷേധം. കുട്ടികളുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് ബസ് നിർത്തണമെന്ന യാത്രക്കാരുടെ ആവശ്യം ഡ്രൈവറും കണ്ടക്ടറും തള്ളിയതിനെതിരെ പരാതി നൽകുമെന്ന് യാത്രക്കാർ പറയുന്നു. എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ ബസ്സിലാണ് യാത്രക്കാരെ മുൾമുനയിലാക്കിയ സംഭവങ്ങൾ അരങ്ങേറിയത്. കുട്ടികളുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കായംകുളത്ത് ബസ് നിർത്തിത്തരണമെന്ന യാത്രക്കാരുടെ ആവശ്യം ഡ്രൈവറും കണ്ടക്ടറും നിരാകരിക്കുകയായിരുന്നു. കൊല്ലത്ത് മാത്രമേ ബസ് നിർത്തിത്തരികയുള്ളൂവെന്ന് ബസ്സിലെ ജീവനക്കാർ പറഞ്ഞതായും യാത്രക്കാരുടെ അവകാശങ്ങൾ നിഷേധിച്ചതിനെതിരെ പരാതി നൽകുമെന്ന് യാത്രക്കാർ പറഞ്ഞു. വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇത് ഉച്ചയ്ക്ക് 2 മണിക്ക് എറണാകുളത്ത് നിന്ന് തിരിച്ച വണ്ടിയാണ്. ഇതിൽ ഭക്ഷണം കഴിക്കുകയും കഴിക്കാതിരിക്കുകയും ഒരുപാട് പേര് കയറി. എന്നിട്ട് ഞങ്ങൾക്ക് ഇതിൽ കാർഡിയോളജി പേഷ്യൻസ് ഉണ്ട്, ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ട്. ഇവരെല്ലാം മരുന്നും കഴിച്ചിട്ട് വണ്ടിക്കകത്ത് കയറി വെച്ച് ഈ 5 മണിക്കൂർ യാത്ര എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുന്നേറ്റ് കായംകുളത്തിന് അടുത്ത് വെച്ചിട്ട് ആരാമ ഹോട്ടലിൻ്റെ അവിടെ ഒന്ന് നിർത്തി ഒന്ന് യൂറിൻ പാസ് ചെയ്യണം. കുട്ടികൾ കിടന്ന് കരയുന്നു, സ്ത്രീകൾ കൂടെയുണ്ട്. അവർക്കൊന്ന് നിർത്തണമെന്ന് പറഞ്ഞപ്പം കണ്ടക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലത്ത് വേണമെന്ന് നിർത്തി തരാം, അവിടെ സ്റ്റാൻഡിൽ പോയിട്ട് മൂത്രം ഒഴിക്കാനാണ്. ആ സമീപനം വളരെ മോശമായിട്ട് പറഞ്ഞത്. ആ പറഞ്ഞതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രയാസം ഉണ്ടായത്. കായംകുളത്ത് വെച്ച് ഞങ്ങൾ പറഞ്ഞതാണ്, ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുമ്പോഴേ നിർത്തണ്ടല്ലേ, നമുക്ക് പിന്നെ എങ്ങനെയെങ്കിലും ലേഡീസ് ഇരിക്കുന്ന കുട്ടികളിരിക്കുന്നു. കായംകുളം മുതൽ കൊല്ലത്തെത്തും വരെ കുട്ടികളുടെ രക്ഷിതാക്കൾ ബസ്സിനുള്ളിൽ വലഞ്ഞു. എന്നാൽ ബസ് നിർത്തണമെന്ന് തങ്ങളോടാരും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ഡ്രൈവറും കണ്ടക്ടറും പറയുന്നു. നമ്മൾ ആരാവശ്യപ്പെട്ട നമ്മൾ നിർത്തി കൊടുക്കും മൂത്തൊഴിക്കാൻ വേണ്ടി. നമ്മൾ ആരാവശ്യപ്പെടുന്നു എവിടെ നമ്മൾ അതിനകത്ത് നിർബന്ധ ബുദ്ധിയൊന്നുമില്ല. മനുഷ്യന് പ്രധാനപ്പെട്ട കാര്യമാണ് മൂത്തൊഴിക്കാൻ, ബാത്റൂമിൽ പോകാൻ അത്യാവശ്യ കാര്യം. അപ്പം 10-15 മിനിറ്റ് നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ട്, നമുക്കൊന്നും സംഭവിക്കാനില്ല. എന്നാൽ ഏത് സമയത്തായാലും യാത്രക്കാർക്കായി പ്രാഥമിക ആവശ്യങ്ങൾക്ക് ബസ് നിർത്തിക്കൊടുക്കണമെന്ന വ്യവസ്ഥയുണ്ടെന്ന് KSRTC മാനേജ്മെന്റ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഭാഗ്യഗുരുയുടെ പിറവിക്ക് വഴിയൊരുക്കിയ ആൾ ജീവിക്കാനായി അധികാരികളുടെ കാരുണ്യം തേടുകയാണ്. കോട്ടയം ഐമനം പെരുമ്പള്ളിയിൽ PS ചെല്ലപ്പ പണിക്കരാണ് ലോട്ടറിയെ എന്ന ആശയം ആദ്യമായി സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതെന്ന് അവകാശപ്പെടുന്നു. എന്തായാലും നിരവധി പേരുടെ ജീവിതം മാറിമറിഞ്ഞപ്പോൾ ഈ ആശയത്തിന് അടിത്തറയിട്ടയാളുടെ ജീവിത കാഴ്ചകൾ കൂടി കണ്ടുകൊണ്ട് ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഐമനത്തെ ബാലസമാജത്തിന് കളിക്കോപ്പ് വാങ്ങുന്നതിനുള്ള ആലോചനയാണ് ലോട്ടറി എന്ന ആശയത്തിന്റെ പിറവിക്ക് പിന്നിൽ. അനുഭവത്തിലൂടെ വിജയിച്ച ഈ ആശയം പിന്നീട് 57-ൽ മുഖ്യമന്ത്രിയായ EMSനെ ധരിപ്പിച്ചു. സർക്കാരിന് സാമ്പത്തിക ബാധ്യതയിൽ നിന്നും കരകയറ്റാൻ ഈ ആശയം ഉപകരിച്ചതോടെ 1967-ൽ ലോട്ടറി വകുപ്പ് ആരംഭിച്ചുവെങ്കിലും 75-ലാണ് ഇത് സംബന്ധിച്ച നിയമവും മറ്റും നിലവിൽ വന്നത്. പക്ഷേ തന്റെ ബുദ്ധിയിലുദിച്ച ലോട്ടറി എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവായി അറിയപ്പെടാൻ പണിക്കർക്ക് യോഗമുണ്ടായില്ല. ഇത് തെളിയിക്കപ്പെടാനുള്ള രേഖകളും കയ്യിലുണ്ടായിരുന്നില്ല. അവയൊക്കെ കൂടിക്കാഴ്ചകളുടെ ഇടയിൽ ഉദ്യോഗസ്ഥരുടെ പക്കൽ നിന്ന് തന്നെ നഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ പണിക്കർക്ക് ഇന്ന് ജീവിക്കണമെങ്കിൽ ആരെങ്കിലും കനിയേണ്ട സ്ഥിതിയാണ്. പെൻഷനൊന്നുമില്ല, എനിക്ക് ഭാര്യയ്ക്കുമില്ല. അപ്പം മറ്റു പലയിടത്തൊക്കെ വരുമാനങ്ങളൊന്നുമില്ല. കഴിഞ്ഞ് താമസിക്കുന്ന ഒരു പറഞ്ഞില്ല. അപ്പം ന്യായമായി ഞാൻ 25,000 രൂപ പെൻഷൻ ചോദിച്ചു. ആദ്യം ഇപ്പോഴല്ല, അത് വർഷങ്ങളായി ചോദിക്കുക.
ഒരു 25,000 രൂപ പെൻഷൻ തരണം, മക്കൾക്കുള്ള കുറച്ചുകൂടെ വിദ്യാഭ്യാസം കൊടുത്താൽ കൊള്ളാം, അതിനുള്ള സൗകര്യം തരണം എന്നൊക്കെ പറഞ്ഞ് ആദ്യങ്ങൾ പല ആവശ്യങ്ങൾ ഉന്നയിച്ചു. പണിക്കരുടെ സംഭാവനകൾ സത്യമാണെന്ന് നേരിട്ടറിവുള്ള EMSന്റെ ഭാര്യ സഹോദരൻ രാമൻ ഭട്ടതിരിപ്പാടും അഡ്വക്കേറ്റ് തോമസ് രാജനും ഇതൊക്കെ സംബന്ധിച്ച കാര്യങ്ങൾ അറിയാമെന്ന് ചൂണ്ടിക്കാട്ടുന്നുവെങ്കിലും തെളിവുകളുടെ കാര്യത്തിൽ തങ്ങളും നിസ്സഹായരാണെന്ന് തന്നെയാണ് അവരുടെ വാദം. ന്യൂസ് ബ്യൂറോ, കോട്ടയം.